കോട്ടയം മുണ്ടക്കയം പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഹരിതകർമ്മസേന മാലിന്യങ്ങളടക്കം സൂക്ഷിച്ച സ്ഥലത്താണ് തീ പടർന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ ഈ കസ്റ്റഡിയിലായ ആളുടെ പങ്ക് എന്താണ്? എന്തുകൊണ്ടാണ് എന്തിനാണ് ഇത്തരത്തിൽ തീപിടുത്തം അല്ലെങ്കിൽ തീയിട്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ആളെ ഇപ്പോൾ ചോദ്യം വരികയാണ്. മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ല എന്നാണ്, ചില മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ വശവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി 7 മണിയോടുകൂടിയാണ് മുണ്ടക്കയം കോസ്മോ ജംഗ്ഷനിലുള്ള പഞ്ചായത്തിന്റെ ബിൽഡിംഗിലെ 2ാം നിലയിൽ തീപിടുത്തമുണ്ടായത്. ഈ 2ാം നില ഒരു മിനി ഓഡിറ്റോറിയമായിട്ടാണ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് അത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നലെ 7 മണിയോടുകൂടി ഈ 2ാം നിലയിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടെയുള്ള ഒരു പൊട്ടിത്തെറി കേൾക്കുകയും പിന്നീട് തീപിടുത്തമുണ്ടാവുകയുമാണ് ചെയ്തത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ശ്രമകരമായാണ് ഈ തീ അണച്ചത്. പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് കൂടുതലും. ഒപ്പം തന്നെ കോവിഡ് സമയത്ത് പഞ്ചായത്ത് വാങ്ങിയിരുന്ന വിവിധ കിടക്കകളെല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തീ നല്ല രീതിയിൽ ആളിക്കത്തുകയാണ് ചെയ്തത്. ഒരു തരത്തിലും തീപിടുത്തമുണ്ടാവാനുള്ള ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളായിരിക്കില്ല എന്നുള്ള നിഗമനം ഇന്നലെ തന്നെ എത്തിയിരുന്നു. കാരണം ഈ 2ാം നിലയിൽ വൈദ്യുതീകരിച്ച നിലയല്ല 2ാം നില. ഒപ്പം തന്നെ താഴത്തെ നിലകളിൽ ഞായറാഴ്ചയായതിനാൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഇടപെടൽ ഈ തീപിടുത്തത്തിന് പിന്നിൽ ഉണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെ ഇന്നലെ എത്തിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV-കൾ പരിശോധിച്ചതിൽ നിന്നാണ് ഒരാൾ അകത്തേക്ക് കയറിപ്പോകുന്നതും മുകൾ നിലയിലേക്ക് കയറിപ്പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും പുലർച്ചെ ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആദ്യമായി ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ പോലീസ് വൃത്തങ്ങൾ വൈകാതെ തന്നെ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും വലിയ നാശനഷ്ടങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല, ആൾനാശമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. എന്നിരുന്നാലും ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ നിഴലിച്ചിരുന്നു. ഇപ്പോൾ ആ ദുരൂഹതയ്ക്ക് ഏതാണ്ട് അറുതി വന്നിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുകയാണ് പോലീസ്. ശരി മിഥുൻ.